ഞാനത് തരാം എന്ന് പറയാൻ അറബി സംസാര ഭാഷയിൽ കൃത്യമല്ലാത്തൊരു ശൈലി നമ്മുടെ മലയാളികൾ പറയാറുണ്ട്. അതിങ്ങനെയാണ്, സദിഖ് അനഫി അത്തീൻത, അനഫി അത്തീൻത. തെറ്റാണത്. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ കൃത്യമാക്കാം? അറബികൾ ഒരു പക്ഷേ നമ്മളോടും അങ്ങനെ പറയും, മാഫി മുഷ്കില അനഫി അത്തീൻത. ഓക്കെ, അങ്ങനെയല്ല പറയാം. അത് രണ്ട് രീതിയിൽ പറയാം. അനബാത്തീഖ്, എന്താണ് പറയാ? അനബാത്തീഖ്. അങ്ങനെയല്ല, ആദ്യത്തെ രീതിയിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇന്ന് മാറ്റിക്കൊള്ളി. അനബാത്തിക് യാ ഹബീബി, അനബാത്തിക് ബാച്ചർ, നാളെ തരാം. ഓക്കെ, അവിടെ ആത്തീക്ക് എന്നാണത്. അവിടെ സൗഫ ആത്തീക്ക് എന്ന സാഹിത്യ അറബിയിലുള്ളത്. സാക്ക് പകരം ബ എന്നാണ് ചേർക്കുക. അത് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ ബ ഫ്യൂച്ചറിൽ ബ ചേർക്കുന്നതിന് ഒരു ഐഡിയ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അന ആത്തീക്ക് ബഅദൈൻ, അന ആത്തീക്ക് ബഅദൈൻ എന്ന ബ ഇതിലേക്ക് ചേർത്തിയാൽ മതി. അപ്പം എന്തായി? അനബാത്തിക്. ഖലാസ് യാ ഹബീബി അനബാത്തിക്. ഇതാണ് ഒന്ന്. രണ്ടാമത്തത് അനബദ് ഫ. ഇപ്പോൾ ഒരു ബില്ലൊക്കെ അടക്കുന്നിടത്താണെങ്കിൽ അവിടെയും ആത്തീക്ക് എന്ന് പറയണ്ട, അനബദ് ഫ. അനബദ് ഫ യാ സയ്യിദ്, അനബദ് ഫ. ഓക്കെ, ഈ അടക്കുക എന്നതിന് രണ്ട് വേർഡുണ്ട്. അതിപ്പോൾ ആത്തി എന്ന സ്ഥാനത്തും അത് ഫ. ഞാനിപ്പോൾ ഒരു എന്താണ് സാധനം പർച്ചേസ് ചെയ്തു, അതിൻ്റെ ബില്ലടക്കണം. അവിടെ ഞാനെന്ത് പറയാം? ഖലാസ് അന ആത്തീഖ് ഫുലൂസ് എന്ന് പറയാം. ഞാൻ കാശ് തരാം കേട്ടോ. അതായത് അന ബാത്തീഖ് ഫുലൂസ് അങ്ങനെയും പറയാം. അന ബദ്ഫ ഫുലൂസ്. ദഫ എന്നാൽ അടക്കുക എന്നാണ്, കാശ് അടക്കുക. ഓക്കെ, അന ബദ്ഫ. ഓക്കെ, ആ അടക്കുക എന്നിടത്ത് ഒരു വേർഡ് കൂടി ഉണ്ട്, സദ്ദദ എന്നുള്ള വാക്കാണ്. ഖലാസൻ സദ്ദദ്, ഖലാസ് അനബ് സദ്ദദ്, അനബ് സദ്ദദ്, ഞാനിത് അടക്കാം. ഓക്കെ, അപ്പോൾ അടച്ചു എന്നതിന് സദ്ദത്ത്, സദ്ദത്ത് ഫാത്തൂറ, ഫാത്തൂറ കെഹ്റുബ, കറണ്ട് ബില്ല് അടച്ചോ, അവിടെയൊക്കെ സദ്ദത എന്നാണ് പൊതുവെ ഉപയോഗിക്കുക. ഇപ്പം നമ്മളൊരു ഓട്ടടക്കാനും സദ്ദത എന്ന് പറയാം. ഹബീബി ഫി തഹരീബ്, ഫി തഹരീബ് സൈത്ത് ലാ സദ്ദദഹ, ഫി തഹരീബ് സൈത്ത്, എണ്ണ ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അഥവാ ഓയിൽ ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ലാസിം സദ്ദദഹ, അതിനൊന്ന് അടക്കൂ. അപ്പോൾ ഓട്ട അടക്കുന്നതിനും ഈ സദാദ് പറയും, അവിടെ ദഫ് പറയൂല. നോക്കിങ്ങളൊരു ഭാഷൻ്റെ പ്രത്യേകത, അവിടെ ദഫ് പറയാനേ പാടില്ല. സാമ്പത്തികമായി കാര്യങ്ങൾ അടക്കുന്നതിനെ ദഫ് പറയുള്ളൂ, ഇദ്ഫ ബദ്ഫ എന്ന് പറയുള്ളൂ. അതേ സ്ഥാനത്ത് സദ്ദത എല്ലായിടത്തും പറയും. അതുകൊണ്ടാണ് അണക്കെട്ടിന് പോലും സദ് എന്ന് പറയും. അണക്കെട്ടിന് എന്താ പേര് പറയാം? സദ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? ഇങ്ങനെ നിങ്ങൾക്കും അറബികളിൽ നിന്ന് കിട്ടിയ ജ്ഞാനം അറബികളോടൊപ്പം നിന്ന് വീണ്ടും നിങ്ങൾക്ക് പഠിക്കാൻ അവസരമുണ്ട്. അറബിക്കിന് ജോയിൻ ചെയ്യുക.